നാളെ സപ്ലൈകോയുടെ ഓണച്ചന്ത കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഓണച്ചന്ത ഉദ്ഘാടനം നടക്കുമ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകൾ എത്ര കണ്ട് ഓരോ ഔട്ട്ലെറ്റുകളിലും ആയിട്ടുണ്ട് എന്ന് നോക്കാനാണ് ഞാൻ എത്തിയത്. കേരളത്തിലെ ജില്ലാ ആസ്ഥാനങ്ങളിൽ നാളെ വൈകുന്നേരവും മറ്റന്നാളുമായി ഫെയറുകൾ ആരംഭിക്കുകയാണ്. 31 മുതൽ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ ഫെയറുകൾ ആരംഭിക്കും. ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ നാളെ വൈകുന്നേരം മുതൽ തുടങ്ങുകയാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളില്ലാത്ത പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സഞ്ചരിക്കുന്ന ഓണച്ചന്തയിലൂടെ ജനങ്ങൾക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇത്തവണ ഗവൺമെൻറ് അവസരമൊരുക്കിയിരിക്കുകയാണ്. സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മാസത്തിൽ ഒരു തവണയാണ് ആ അവസരം കിട്ടുന്നത്. എന്നാൽ ഇത്തവണ എല്ലാ കാർഡുകാർക്കും ഓഗസ്റ്റ് മാസം വാങ്ങിയവർക്ക് ഓഗസ്റ്റ് 25 നാളെ മുതൽ വീണ്ടും സെപ്റ്റംബർ മാസത്തെ ഓണത്തിൻ്റെ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാനുള്ള അവസരം നൽകുകയാണ്. അത് ആ സൗകര്യം ലഭിക്കുമ്പോൾ ഒരു കാർഡ് ഉടമയ്ക്ക് 2 കിലോ സബ്സിഡി വെളിച്ചെണ്ണ വാങ്ങിക്കാൻ അവസരം കിട്ടുന്നു. 349 രൂപ നിരക്കിൽ വെളിച്ചെണ്ണ സബ്സിഡിയായി വാങ്ങിക്കാൻ. അതുപോലെ 119 രൂപയ്ക്ക് 1 കിലോ മുളക് സബ്സിഡിയായി വാങ്ങിയ ആളുകൾക്ക് വീണ്ടും നാളെ മുതൽ 1 കിലോ കൂടെ വാങ്ങിക്കാൻ അവസരം കിട്ടുകയാണ്. നാളെ മുതൽ 25 രൂപ നിരക്കിൽ 20 കിലോ അരി വാങ്ങാനുള്ള അവസരം കിട്ടുകയാണ്. മാത്രമല്ല 200-ലധികം വിവിധ ബ്രാൻഡഡ് വലിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ ഏത് കടകളിൽ ലഭിക്കുന്നതിനേക്കാൾ വില കുറച്ചും ഓഫറിലും ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇത്തരത്തിൽ സപ്ലൈകോ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്ര അധികം വിപുലമായ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നത് ഈ ഓണക്കാലത്താണ്. ഇവിടെ ഔട്ട്ലെറ്റിൻ്റെ മാനേജർ നിങ്ങൾക്ക് ചോദിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഇന്നലെ തന്നെ 2.5 ലക്ഷത്തിലധികം രൂപയുടെ വിൽപ്പന ഈ ഔട്ട്ലെറ്റിലുണ്ടായെന്നാണ്. ഒരു ദിവസം 11-12 കോടി രൂപയുടെ വിൽപ്പന കേരളത്തിലൊട്ടാകെ സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് എത്തി എന്നുള്ളത് വളരെ സന്തോഷം പകരുന്ന കാര്യമാണ്. ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ജനങ്ങളോടൊപ്പം ഈ ഓണത്തിന് സപ്ലൈകോ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വിൽപ്പനയുടെ മാറ്റം. കഴിഞ്ഞ മാസം പെർ ഡേ 6 കോടി രൂപ 5 കോടി രൂപയായിരുന്നെങ്കിൽ ഇത്തവണ അത് 12-11 മാറി എന്നുള്ളതാണ് നമുക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സപ്ലൈകോയുടെ ഈ സൗകര്യങ്ങൾ, ജനങ്ങൾക്ക് നൽകുന്ന ഈ സേവനങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ മാധ്യമങ്ങൾ മുൻകൈയെടുക്കണം. ഇത് പൊതുമേഖലാ സ്ഥാപനമാണ്, ഇത് ജനങ്ങളുടെ സ്ഥാപനമാണ്. ആ നിലയിൽ ഇതിൻ്റെ മെച്ചപ്പെടുത്തുന്നത് ജനങ്ങളെ കണ്ടുകൊണ്ടാണ് എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വെളിച്ചെണ്ണയുടെ വില 529 രൂപ കേരഫെഡിൻ്റെ വെളിച്ചെണ്ണയ്ക്കുള്ളപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ 457 രൂപയ്ക്ക് അത് നൽകാനുള്ള നടപടി സ്വീകരിച്ചു. ഇപ്പോൾ ഇന്നത്തെ ദിവസം 445 രൂപയ്ക്ക് 1 കിലോ വെളിച്ചെണ്ണ ലഭിക്കുകയാണ്. 1 കിലോ എന്നുള്ളത് പരിധിയില്ലാതെ വാങ്ങാനുള്ള സൗകര്യവും ഇന്നത്തെ ദിവസം കൊടുത്തിട്ടുണ്ട്. നാളെ മുതൽ ഓണച്ചന്തകൾ ആരംഭിക്കുമ്പോൾ കേരളത്തിലൊട്ടാകെ വെളിച്ചെണ്ണ വിവിധങ്ങളായ കമ്പനികളുടെ വെളിച്ചെണ്ണയുടെ വില കുറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സപ്ലൈകോ എന്തായാലും നാളെ മുതൽ വില കുറച്ച് കൊടുക്കാൻ വേണ്ടി ആലോചിക്കുകയാണ്. അത് ഓണത്തിന് ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം പകരാനാണ്. ഈ മാസം നമ്മൾ 349 രൂപയ്ക്കാണ് ശബരി വെളിച്ചെണ്ണ കൊടുത്തിരുന്നത്. ആ രീതിയിലും ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാകുന്ന തരത്തിൽ. എന്നുമാത്രമല്ല, ഓണത്തിൻ്റെ അടുത്ത ദിവസങ്ങൾ ഇനിയും കൊപ്രയുടെ വിലയുടെ കുറവിനെ കൂടെ കണ്ടുകൊണ്ട് വില വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ആലോചിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം നാളെ മുതൽ ഇതിനും വില കുറയണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പം നാളെ വില കുറഞ്ഞാൽ
ഇന്നത്തെ വില നാളെ നടപ്പാക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് പ്രത്യേകമായിട്ടൊരു ഓഫർ കൊടുക്കുകയാണ്. നാളെ നമുക്ക് വെളിച്ചെണ്ണ വില പൊതുവിൽ കുറയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് വില കുറയുമ്പോൾ മറ്റ് സ്ഥാപനങ്ങളും വില കുറയ്ക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്.